എല്ലാവരുമായി സഹകരിച്ച് മഞ്ചേരിയുടെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ലക്ഷ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ശേഷം മുഞ്ചുള്ള മഞ്ചേരിയുടെ പുതിയ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട മജീദ് വല്ലാഞ്ചിറ ഇന്ന് ചാനൽ 10 പ്രേക്ഷകർക്കൊപ്പം മനസ്സ് തുറക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ അദ്ദേഹവുമായി സംസാരിച്ചതാണ്. അന്ന് ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വന്നിരുന്നില്ല. ഇന്ന് അദ്ദേഹം പുതിയ ചെയർമാൻ ആയിക്കൊണ്ട് ചാനൽ 10 പ്രേക്ഷകർക്കൊപ്പം കൂടെ ചേരുകയാണ്. എന്തായാലും വലിയൊരു ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാവുകയാണല്ലോ. ഇനിയുള്ള 5 വർഷങ്ങൾ എങ്ങനെയായിരിക്കും താങ്കളുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനത്തിൽ മഞ്ചേരിക്ക് കൂടുതൽ മുന്നേറാൻ സാധ്യതയുണ്ടോ? എല്ലാവരുമായി യോജിച്ച് എല്ലാവരുമായി സഹകരിച്ച് മഞ്ചേരിയുടെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ലക്ഷ്യം. മഞ്ചേരിയുടെ പൊതുഗതാഗത പ്രശ്നങ്ങൾ, മഞ്ചേരി ജനറൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മഞ്ചേരി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പിന്നീട് മഞ്ചേരിയുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യം, ആ എല്ലാ കാര്യങ്ങളിലും പരമാവധി ഇടപെട്ടുകൊണ്ട് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് ഏത് തലങ്ങളിലൊക്കെ നമുക്ക് ഇടപെടാൻ കഴിയും, മഞ്ചേരിയുടെ വികസന പ്രക്രിയക്ക് ഒരു ചെയർമാൻ എന്നുള്ള നിലക്ക് എവിടെയൊക്കെയാണോ ഇടപെടേണ്ടത് അവിടെയെല്ലാം ഇടപെട്ടുകൊണ്ട് ഒരു നല്ല മഞ്ചേരിയെ ആളുകൾക്ക്, നമുക്കറിയാലോ മഞ്ചേരി എന്ന് പറയുമ്പോൾ ഇന്ന് മഞ്ചേരിയിൽ ഏറ്റവും അധികം ആളുകൾ വിമർശന വിധേയമാകുന്നത് ഗതാഗതക്കുരുക്കാണ്. ആ ഗതാഗതക്കുരുക്കിനൊരു പരിഹാരം എന്ത് എന്നുള്ളതാണ് ആദ്യമായിട്ട് ആലോചിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം താലൂക്ക് സഭയുണ്ടായിരുന്നു. താലൂക്ക് സഭക്കകത്ത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി അടക്കമുള്ള കാര്യങ്ങൾ വിളിച്ചു ചേർക്കണമെന്നുള്ള ആവശ്യവും നിർദ്ദേശവും വന്നിട്ടുണ്ട്. എന്തായാലും അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി കൂടി ആലോചിച്ചു. ട്രാഫിക് റെഗുലേറ്ററി യോഗം വിളിച്ചു ചേർത്ത് എങ്ങനെയൊക്കെയാണ്, ഏതെല്ലാം തലങ്ങളിൽ ഗതാഗത കുരുക്കുകൾ ഒഴിവാക്കാൻ കഴിയും, എല്ലാറ്റിനും ഇതിനുള്ളൊരു വിഷയം എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ. അപ്പൊ ആ ഒരു സഹകരണ മനോഭാവത്തോട് കൂടിയിട്ട്, അതല്ലാതെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന വികസന പ്രക്രിയയാണ്, ഒരു സഹകരണ മനോഭാവത്തോടു കൂടിയുള്ള വികസന പ്രക്രിയക്ക് തുടക്കം കുറിക്കുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. നഗരസഭയിൽ പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുടിവെള്ള പ്രശ്നം വളരെ രൂക്ഷമാണെന്നാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നഗരസഭയിലെ UDF കൗൺസിലേഴ്സിന്റെ നേതൃത്വത്തിൽ ഒരു സമരം നടക്കുകയും താങ്കൾ ഉൾപ്പെടെ അതിന്റെ ഭാഗമാവുകയും ചെയ്തിരുന്നു. ആ ഒരു വിഷയത്തിൽ നഗരസഭയ്ക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? അതിനകത്തുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ മഞ്ചേരിയിലെ കുടിവെള്ള വിഷയം എന്നുള്ളതിനേക്കാൾ ഉപരിയായി മഞ്ചേരിയിലെ ഒട്ടുമിക്ക ഇടങ്ങളിലും പൈപ്പ് ലൈൻ പൊട്ടി റോഡുകൾ നശിക്കുന്നു എന്നുള്ളതോടൊപ്പം തന്നെ ആളുകൾക്ക് കുടിവെള്ളം കിട്ടാത്ത സാഹചര്യം. ഇത് മുൻകാല ഭരണസമിതിയും പല പ്രാവശ്യങ്ങളിലായിട്ട് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരോട് പറഞ്ഞതാണ്. പക്ഷെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ ഒരു മെല്ലപ്പോക്ക് സമീപനമുണ്ട്. ആ ഒരു മെല്ലപ്പോക്ക് സമീപനം വളരെയധികം ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോകും. ഇപ്പോൾ മുട്ടിപ്പാലം, ഉള്ളാടംകുന്ന്, അതുപോലെ തന്നെ വായപ്പാറപ്പടി, അരികിഴായ തുടങ്ങിയ പ്രദേശങ്ങളിൽ അവിടെ ഒരു പൈപ്പ് ലൈൻ പൊട്ടിയത് കൊണ്ട് പല ദിവസങ്ങളിലായിട്ട് വെള്ളം കിട്ടാത്ത സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ മഞ്ചേരി ടൗണിനകത്ത് പോലും മേലാക്കമാണെങ്കിലും തുറക്കലാണെങ്കിലും ഈ പല സ്ഥലങ്ങളിലും മെയിൻ റോഡിൽ മാസങ്ങളോളമായിട്ട് പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കണം. ആളുകൾക്ക് നൽകേണ്ട വെള്ളം ഇന്ന് ഓടകളിലേക്ക് ഒലിച്ചു പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പൊ ഇത് പല പ്രാവശ്യങ്ങളിലായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ഇന്ന് ജയിച്ചു വന്ന കൗൺസിലർമാർ, അരികിഴായിലെയും അതുപോലെ തന്നെ മുട്ടിപ്പാലത്തെയും കൗൺസിലർമാരൊക്കെ വാട്ടർ അതോറിറ്റിയുടെ മുമ്പ് ശ്രദ്ധയിൽപ്പെടുത്തിയാണ്. പക്ഷെ അവര് അതിന് ഒരു പരിഹാരം അന്ന് കാണാൻ കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അവർ കൗൺസിലർമാരായി. വീണ്ടും ഈ ആവശ്യം ഉന്നയിച്ചപ്പോഴും വളരെ നിസ്സംഗമായിട്ടുള്ള ഒരു മനോഭാവമാണ് ഉദ്യോഗസ്ഥരുടെ പക്കൽ നിന്ന്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആ കൗൺസിലർമാർ വന്നപ്പോൾ ഞാനും വൈസ് ചെയർമാനും അടക്കമുള്ള ആളുകൾ അവിടെ ചെന്നു എന്നുള്ള യാഥാർത്ഥ്യം. അത് മാത്രമല്ല, ഇപ്പോൾ ഞാൻ മിനിഞ്ഞാന്ന് അത് നടന്ന താലൂക്ക് സഭയിൽ തന്നെ ഉന്നയിക്കപ്പെട്ട വിഷയമാണ് കിരണിയിലാണ് മഞ്ചേരിക്കാരുടെ കുടിവെള്ളത്തിന്റെ പമ്പിങ് മോട്ടോറൊക്കെ നടക്കുന്നത്. അവിടെയുള്ള ഒരു മോട്ടോറിന്റെ പ്രവർത്തനം എപ്പോ നിലക്കുമെന്നുള്ളൊരു ആശങ്കയുണ്ട്. ഈ കാര്യം ഞാൻ താലൂക്ക് സഭയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ശരി, വാട്ടർ അതോറിറ്റി കുറച്ചുകൂടെ ഒരു കാര്യക്ഷമമായിട്ട്, അവർക്ക് ഫണ്ടിന്റെ അപര്യാപ്തതകളുണ്ട്, അങ്ങനെയുള്ള ചില വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്, എങ്കിൽ പോലും പരമാവധി നഗരസഭയുമായി സഹകരിച്ച് നഗരസഭ തിരിച്ചു അങ്ങോട്ട് സഹകരിച്ച് ഈ പൊതുവായിട്ടുള്ള ഈ വിഷയങ്ങൾക്ക് പരിഹാരം കാണണം എന്നുള്ളതാണ് പറയാനുള്ളത്. പ്രധാനമായും കുറെ കാലങ്ങളായിട്ട് ഗതാഗതക്കുരുക്ക് വളരെയധികം രൂക്ഷമാണ്. ഇന്ന് പോലും സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്ന കമന്റുകളിൽ
മറ്റൊന്നും ചെയ്തില്ലെങ്കിലും ഗതാഗതക്കുരുക്കിന് ഒരു പരിഹാരം കണ്ടെത്തണമെന്ന അഭ്യർത്ഥനയാണ് കൂടുതലായി കാണാൻ സാധിക്കുന്നത്. അപ്പൊ ആ ഗതാഗതക്കുരുക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം നടപടി സ്വീകരിക്കാൻ സാധിക്കും? ഈ ഗതാഗതക്കുരുക്ക് ഒരു ഏറ്റവും രൂക്ഷമായിരിക്കുന്ന നിലമ്പൂർ റോഡിലാണ്. അതിന്റെ ഒരു അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള റോഡുകളുടെ ശോചനീയാവസ്ഥയാണ്. മഞ്ചേരി നിലമ്പൂർ റോഡിന്റെ ഗൂഡല്ലൂർ കോഴിക്കോട് റോഡാണ്. അതിന്റെ ഒരു പ്രയാസം തന്നെയാണ്. എന്തായാലും അത് ഇപ്പോ PWD വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും വീതി കൂട്ടാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് എന്തായാലും സർവേ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് വീതി കൂട്ടാൻ കഴിയുക എന്നുള്ളത് ചെയ്യണമെന്നുള്ള കഴിഞ്ഞ താലൂക്ക് സഭയിലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അത് ആ ഒരു തലത്തിൽ നിലമ്പൂർ റോഡിലെ ഗതാഗതക്കുരുക്കിന് ഒരു പരിഹാരം കാണാൻ കഴിയും. റോഡുകളുടെ ശോചനീയാവസ്ഥയാണ് അവിടുത്തെ ഗതാഗതക്കുരുക്കിന്റെ ഒരു പകുതി വിഷയം. ബാക്കി കാര്യങ്ങൾ എന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് പ്രധാനമായും മറ്റൊരു ആരോപണം, മുൻ ഭരണസമിതികളുടെയൊക്കെ കാലത്ത് രാഷ്ട്രീയ വിവേചനം ഉണ്ട് എന്നൊരു ആരോപണമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഭരണസമിതിയുടെ കാലത്ത് അതിനൊരു മാറ്റം വരാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു വിവേചനത്തെ കുറിച്ചൊന്നും എന്താ വെച്ചാൽ അതൊരു രാഷ്ട്രീയ ആരോപണം. നമുക്കറിയാലോ, ഒരു സ്റ്റേറ്റിനാകെ ആണെങ്കിൽ പോലും അതോ ആ ഒരു തലത്തിലുള്ള വിവേചനം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. നമുക്ക് തന്നെ അറിയാം. ഇപ്പൊ മഞ്ചേരിക്കകത്തുള്ള പല വികസനം ഇപ്പോ ഏറ്റവും അവസാനത്തിൽ അങ്ങനെ തന്നെ പറയാം, ഏറ്റവും അവസാനത്തിൽ മലപ്പുറം ജില്ലയിൽ മാത്രമാണ് പുതിയ ആരോഗ്യ മേഖലയിൽ തസ്തിക സൃഷ്ടിക്കപ്പെടാതെ പോയിട്ടുള്ളത്. അതൊരു യാഥാർത്ഥ്യമാണല്ലോ. അപ്പോ മറ്റു ജില്ലകളിലൊക്കെ എന്താ പറയാ, ആരോഗ്യ മേഖലയിൽ ഒരുപാട് തസ്തികകൾ. ഇത് സ്വാഭാവികമായിട്ടെന്ന് വെച്ചാൽ അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് ഇവർക്ക് പറയാൻ കഴിയില്ല. കാരണം മഞ്ചേരി ടൗണിനകത്തുള്ള പ്രധാന വാർഡുകളൊക്കെ ഇടതുപക്ഷത്തിന്റെ കയ്യിലായിരുന്നു. ചിലപ്പോൾ എന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന ഭരണകക്ഷി അംഗങ്ങൾക്ക് കിട്ടിയേക്കാൾ ഉപരിയായിട്ടുള്ള ഫണ്ട് ടൗൺ വികസനത്തിന്റെ ഫണ്ടുകളോടൊപ്പം തന്നെ അവർക്ക് ചെലവഴിക്കപ്പെട്ടു. എന്തായാലും ഇപ്പോൾ ഈ ഉന്നയിക്കപ്പെട്ട വിഷയം സ്വാഭാവികമായിട്ടെന്ന് വെച്ചാൽ ഒരു അന്തരങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് ചിലപ്പോൾ അത് അറിഞ്ഞോ അറിയാതെയൊക്കെ ഉണ്ടാകുന്ന കാര്യം. എന്തായാലും ആ വിഷയത്തെക്കുറിച്ച് പരിശോധിക്കും. നമുക്ക് അതോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതോ നല്ല രീതിയിലുള്ള ഒരു സംവിധാനത്തോടു കൂടി നേരത്തെ നിങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞ മാതിരി നല്ലൊരു മഞ്ചേരി ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ അതിന് പരമാവധി എല്ലാവരുടെയും സഹകരണമാണ് ആവശ്യം. അപ്പൊ അതിനകത്ത് ആ പദ്ധതിയും മറ്റും വരുന്ന കാര്യങ്ങളിൽ അതെന്തായാലും ഒരു കൂട്ടായ ചർച്ചയിലൂടെ എന്തായാലും ഇതുവരെ നടന്ന വിഷയങ്ങളൊക്കെ അതോ ഭരണകക്ഷിയും പ്രതിപക്ഷവും എന്നുള്ള രീതിയിലല്ലാതെ തന്നെ ഒരു നല്ല ചർച്ചയിലൂടെയാണ് പോയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എല്ലാ വിഷയങ്ങൾക്കും ചർച്ചയാണുള്ളത്. ആ ചർച്ചയിലൂടെയൊക്കെ ഇതിന് പരിഹാരം കാണാൻ കഴിയുമെന്നുള്ളതാണ് എന്റെ വിഷയം. എന്തായാലും തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറിയാണല്ലോ ചെയർമാനായത്. ഇക്കാലം അത്രയുമുള്ള താങ്കളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ജനം നൽകിയ വലിയൊരു അംഗീകാരം തന്നെയല്ലേ ഈ ഒരു ചരിത്ര ഭൂരിപക്ഷം? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്ന് നിങ്ങളോട് സൂചിപ്പിച്ച തന്നെ പറയാം, ഞാൻ മത്സരിക്കാനുണ്ടായ സാഹചര്യം എൻ്റെ സുഹൃത്തുക്കൾ, അതുപോലെ എൻ്റെ പ്രദേശത്തെ എൻ്റെ നാട്ടുകാർ, അങ്ങനെ ആ ഒരു നല്ല രീതിയിലുള്ള ആളുകളുടെ, എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഒരു നിലപാട് കൊണ്ടാണ് ഞാൻ മത്സരരംഗത്തേക്ക് വന്നത്. അത് ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറത്തേക്കായി പോയി എന്നുള്ള യാഥാർത്ഥ്യം എൻ്റെ ലീഡ്. ഞാൻ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏകദേശം ഒരു 700 വോട്ടിൻ്റെ ഒക്കെ ലീഡ് പ്രതീക്ഷിക്കപ്പെട്ടതാണ്. പക്ഷെ പിന്നീട് ഞാൻ പോലും പോസ്റ്റൽ വോട്ട് എണ്ണി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ യഥാർത്ഥത്തിൽ അത് വിട്ടുപോയത്. കാരണം വെച്ചാൽ അതോ പൂർണ്ണമായിട്ടും എല്ലാ പോസ്റ്റൽ വോട്ടുകളും എനിക്ക് ലഭ്യമായപ്പോൾ തന്നെ എങ്ങനെയെന്നുള്ള പിന്നെ 1000-ന് മുകളിലേക്ക് അതോ വോട്ട് ലഭിക്കുന്ന സാഹചര്യം, അത് എന്നോട് കാണിച്ചൊരു വിശ്വാസമാണ് എൻ്റെ നാട്ടുകാർ. ആ നാട്ടുകാർ കാണിച്ച വിശ്വാസവും മഞ്ചേരിയിലെ പൊതുസമൂഹം കാണിച്ച വിശ്വാസവും എൻ്റെ പാർട്ടിക്കാർ കാണിച്ച വിശ്വാസവും, എന്തായാലും ഇതിലൊക്കെ എനിക്ക് യഥാർത്ഥത്തിൽ എൻ്റെ ഒപ്പം നിന്ന് എൻ്റെ പാർട്ടിയാണ്, യാതൊരു സംശയവും. ഞാൻ അന്ന് പറഞ്ഞ മാതിരി 40 വർഷത്തോളം മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് അതിന്റെ വിദ്യാർത്ഥി സംഘടന, യുവജന സംഘടന, ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം, അങ്ങനെ ആ ഒരു തലത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ പാർട്ടി എനിക്ക് നൽകിയ ഏറ്റവും വലിയ അംഗീകാരം അത് മജീദ് എന്നൊരു വ്യക്തിയുടെ വിജയമല്ല, എൻ്റെ പാർട്ടിയുടെ വിജയമാണ്. എന്തായാലും അത് ഞാൻ കാത്തു സൂക്ഷിക്കുന്നുള്ള കത്തി അത് തുറക്കുന്നില്ല. ഇനിയുള്ള കാലം കൂടുതൽ മൊഞ്ചോടെ മഞ്ചേരിയെ നയിക്കാനുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം നേതൃത്വം നൽകുന്നത് എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. കൂടുതൽ മികവോടെ തന്നെ മഞ്ചേരിയെ മുന്നോട്ട് നയിക്കാൻ മജീദ് വെല്ലാഞ്ചിറ എന്ന പുതിയ ചെയർമാന് സാധിക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. മഞ്ചേരി നഗരസഭയിൽ നിന്നും ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 മഞ്ചേരി. വിശ്വാസത്തെ അടിത്തറയാക്കിയ സ്വപ്ന ഭവനങ്ങൾ പെരിന്തൽമണ്ണയുടെ നഗരഹൃദയത്തിൽ നിങ്ങൾക്കായി ഒരുങ്ങുന്നു.
18 നിലകളിലായി കൃത്യതയോടെയും ശ്രദ്ധയോടെയും രൂപകൽപ്പന ചെയ്ത 2 and 3 ബെഡ്റൂം ഭവന സമുച്ചയം. അത്യാഡംബരവും സുസ്ഥിരതയും കൈകോർക്കുന്ന അത്യാധുനിക സൗകര്യങ്ങൾ. പെൻഡിയം ഹാർമണി ഹൈറ്റ്സ്, urban elegance, elevated living. പെരിന്തൽമണ്ണ, മലപ്പുറം. പെൻഡിയം കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, കാലിക്കറ്റ്, ബാംഗ്ലൂർ ആൻഡ് പെരിന്തൽമണ്ണ.